ഹായ് ഫ്രണ്ട്സ്, കുംബട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞൊരു ഇൻവെർട്ടർ ആണ്. നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 12 വോട്ടിന്റെ ട്രാൻസ്ഫോമറിൽ നിന്നാണ് നമ്മൾ ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കിയത്. അത് നിങ്ങൾ ആ വീഡിയോ ആരും കണ്ടില്ല, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയി അത് കാണുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 12 വോട്ടിന്റെ ട്രാൻസ്ഫോമർ വെച്ചാണ് നമ്മളൊരു ഇൻവെർട്ടർ ഉണ്ടാക്കിയത്. പക്ഷേ ഈ ട്രാൻസ്ഫോമർ ഭയങ്കര കുഞ്ഞ് ട്രാൻസ്ഫോമർ, നമ്മുടെ മൊബൈൽ ചാർജിന്റെ അഡാപ്റ്റർ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു കുഞ്ഞൊരു ട്രാൻസ്ഫോമർ വെച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഇൻവെർട്ടർ. അപ്പോൾ ഈ കൂടുതൽ നിങ്ങൾ പറഞ്ഞു കൊടുപ്പിക്കാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടന്നാല ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട D22 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് വേണ്ടത്. അതിനുശേഷം ഒരു 1K റെസിസ്റ്റർ നമുക്ക് വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ബാറ്ററി ക്ലിപ്പും അതിൻ്റെ 9 വോൾട്ട് ബാറ്ററിയാണ് നമുക്ക് വേണ്ടത് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇത് നമ്മുടെ പഴയ ചാർജറിൻ്റെ അഡാപ്റ്ററാണ്. നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു കമ്പോണൻ്റ് എടുക്കാനുണ്ട്. ഇന്ന അഡാപ്റ്ററിന് ഏത് കമ്പനിയായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ ആ ട്രാൻസ്ഫോമറാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ കാണുന്ന ട്രാൻസ്ഫോമറാണ് നമ്മൾ എടുക്കാൻ പോണത്. ഇതിൻ്റെ മറ്റൊരു പേരും കൂടി ഉണ്ട്, ഇതിനെ നമ്മൾ ഫെറൈറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ലെഗുകൾ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെഡുകളൊന്ന് ഉരുക്കി കിട്ടുമെങ്കിൽ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഊരെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിനെ പറ്റി പറയുമെങ്കിൽ ഈ ട്രാൻസ്ഫോമർ 6 ലെഗാണുള്ളത്. ഒരു വശത്ത് 4ഉം ഒരു വശത്ത് 2ഉം. അപ്പോൾ 4 വശമുള്ളത് ഞാൻ റൈറ്റ് സൈഡിലായിട്ടും 2 വശമുള്ളത് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത നമ്മുടെ 1K റെസിസ്റ്റർ എടുത്ത് നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ആ ലെഗുകളായിട്ട് നമ്മളൊന്ന് സോൾഡർ ചെയ്ത് വയ്ക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ഒരു വയർ പീസ് എടുത്ത് നമ്മുടെ 4 ലെഗുള്ള സൈഡിൻ്റെ രണ്ടാമത്തെ പിന്നിലായിട്ടാണ്, അതായത് രണ്ടാമത്തെ ലെഗിലായിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത നമ്മുടെ ട്രാൻസിസ്റ്റർ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ലെഗുകൾ നമുക്ക് വളച്ച് വയ്ക്കാം. ഇപ്പോൾ വളച്ച് വയ്ക്കുന്ന ലെഗ് എമിറ്റർ പിന്നാണ്, ഇപ്പോൾ വളയ്ക്കുന്നത് ബേസ് പിന്നാണ്, അതിൻ്റെ നടുക്കത്തെ കളക്ടർ പിന്നാണ്. അപ്പോൾ നമ്മുടെ കളക്ടർ പിന്ന് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ആ 2 ലെഗുള്ള സൈഡിൽ അതിൻ്റെ ആ ലെഗിലായിട്ട് നമ്മളൊന്ന് സോൾഡർ ചെയ്ത് വയ്ക്കുകയാണ് അതിൻ്റെ കളക്ടർ പിന്ന്. അതിനുശേഷം ആ വയർ പീസ് എടുത്ത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലായിട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ സോൾഡർ ചെയ്തപ്പോൾ ആ വയർ പീസിൻ്റെ ഇപ്പുറ സൈഡിൽ നമ്മളൊന്ന് വിട്ടുപോയായിരുന്നു. അപ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെ സോൾഡർ ചെയ്ത് വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ബാറ്ററി ക്ലിപ്പ് എടുക്കുക. അപ്പോൾ ബാറ്ററി ക്ലിപ്പിൻ്റെ നെഗറ്റീവ് സൈഡ് നമുക്കൊന്ന് അതിൻ്റെ എമിറ്ററിലായിട്ട് ഒന്ന് സോൾഡർ ചെയ്ത് വെക്കണം. അതായത് അതിൻ്റെ ബ്ലാക്ക് വയർ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ പിന്നിലായിട്ട് നമ്മളൊന്ന് സോൾഡർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അതിൻ്റെ റെഡ് വയർ നമ്മൾ അതിൻ്റെ 1K റെസിസ്റ്ററിൻ്റെ ലെഗിലായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ സോൾഡറിങ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് ഫ്രീ ആയിട്ടിരിക്കുന്ന ലെഗുകളിലെ ആ നമുക്ക് ഔട്ട്പുട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത്, അതായത് നമ്മുടെ ബൾബാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് നമ്മൾ കൊടുക്കാനായി നമ്മളൊരു ബൾബിൻ്റെ ഹോൾഡർ എടുത്തിട്ടുണ്ട്. ആ ബൾബിൻ്റെ ഹോൾഡറിൻ്റെ വയർ നമ്മളിന്ന് ആ 2 സൈഡ് ഷോർട്ട് ആവാത്ത രീതിയിൽ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്യാപ്പ് ഒന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ വർക്കാവുന്ന 220 വോട്ടിൽ വർക്കാവുന്ന നമ്മുടെ ബൾബാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ 7 വാട്ടിൻ്റെ ബൾബാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബൾബ് റിയൽ ആണോ ഫേക്ക് ആണോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനായി ഞാൻ അതിൻ്റെ മുകൾ വശത്തുള്ള ക്യാപ്പ് ഒന്ന് തുറക്കുകയാണ് ചെയ്യുന്നത്. അത് ടൈറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ ആ ടെസ്റ്റർ വെച്ചൊന്ന് പയ്യൊന്ന് കുത്തി ഒന്ന് മുകളിലേക്കൊന്ന് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കാണാം, നമ്മുടെ സാധാ 220 വോട്ടിൽ വർക്കാവുന്ന നമ്മുടെ സാധാരണ ബൾബ് തന്നെയാണ് അത്. എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ 9 വോൾട്ട് ബാറ്ററിയിൽ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. സ്റ്റിക്കർ ലൈറ്റ് ആണെങ്കിൽ 9 വോൾട്ട് ബാറ്ററി എന്തായാലും കത്തും. ഇപ്പോൾ നമ്മുടെ ബൾബ് കത്തുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ബൾബ് ഫേക്ക് അല്ല. അപ്പോൾ നമുക്കത് ഹോൾഡറിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ഞാൻ 9 വോൾട്ട് ബാറ്ററി ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ബാറ്ററി ഇടുമ്പോൾ കത്തുന്ന രീതിയിലാണ് വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് വേണമെങ്കിലും വയ്ക്കാം. ഇപ്പോൾ ഞാൻ സ്വിച്ച് വച്ചില്ലെന്നേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് വെട്ടം കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ 9 വോൾട്ടിൽ നിന്ന് വരുന്ന DC കറൻറ്റ് നമ്മുടെ ട്രാൻസ്ഫോമറുടെ സഹായത്തോടു കൂടി, അതായത് നമ്മുടെ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ചെയ്യുകയാണ്, വോൾട്ടേജ് സ്റ്റെപ്പ് ചെയ്താണ് നമ്മുടെ 230 വോൾട്ടിൽ വർക്കാവുന്ന നമ്മുടെ ബൾബ് 9 വോൾട്ടിൽ വർക്കാവുന്നത്. അടുത്തത് നമുക്ക് ട്യൂബ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതേ ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിൽ വർക്കാവുന്ന ട്യൂബ് ലൈറ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്യൂബ് ലൈറ്റിൽ നമ്മൾ സ്റ്റിക്കർ ലൈറ്റ് അങ്ങനെയൊന്നും വച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ബ്ലാക്ക് വയർ നമ്മൾ നേരത്തെ അതിനകത്തൊന്ന് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഡ് വയർ അതിനകത്ത് വയ്ക്കുമ്പോൾ കണ്ട നമ്മുടെ ബൾബ് നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. നമുക്ക് വലിയ 7 വാട്ടിൻ്റെ ബൾബ് ആണെന്നുകൊണ്ട് നമുക്ക് ആ വെളിച്ചം കിട്ടുക. ഇതൊരു 20 വാട്ട് ആണെന്നുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് വെളിച്ചം കിട്ടാത്തത്. അപ്പോൾ ഇതും
നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം റിയൽ ആണോ ഫേക്ക് ആണോ എന്ന്. അപ്പോൾ അതിനായി ഞാൻ 9 വോൾട്ട് ബാറ്ററി തന്നെ എടുത്ത് അത് സ്റ്റിക്കർ ലൈറ്റ് ആണോ അല്ലയോ എന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ 9 വോൾട്ട് ബാറ്ററി സ്റ്റിക്കർ ലൈറ്റായി എന്തായാലും കത്തും. അപ്പോൾ ഇപ്പോൾ ഞാൻ കത്തിച്ച് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ബൾബ് നല്ല കത്തുന്നൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഫേക്ക് അല്ലെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയാൽ നമ്മുടെ ഇൻവെർട്ടർ നല്ല 100% സക്സസ് ആയി. പക്ഷെ നമ്മുടെ ട്യൂബ് ലൈറ്റ് കത്തിച്ച് നോക്കിയല്ലോ, അത് 20 വാട്ടിൻ്റെ ബൾബാണെന്നുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് വലിയ വെളിച്ചം കിട്ടാതെ. പക്ഷേ ഇത് 7 വാട്ടിൻ്റെ ബൾബ് നമുക്ക് അത്യാവശ്യം വെളിച്ചമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 3 വാട്ടിൻ്റെ ബൾബിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാം. പിന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി കുംബട്രോണിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് പിന്നെയും കാണാം എന്ന പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ ഹരി signing out.